വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ് ഫ്രീ ടീമീസ് ആണ്. എല്ലാവരും സുഖം തന്നെയല്ലേടാ? സോ നമ്മൾ ജെനറ്റിക്സ് ഓഫ് ലൈഫ് ചാപ്റ്റർ തകൃതിയായിട്ട് പഠിച്ചു പോവുകയാണ്. ആപ്പിൽ നല്ല രീതിയിൽ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കോൺസെപ്റ്റും ക്രോസുകളൊക്കെ നമ്മൾ എത്തി. മെന്റലിന്റെ പരീക്ഷണങ്ങളൊക്കെ പഠിച്ച് നമ്മൾ ക്രോസ് ഒക്കെ സെറ്റായി ഇനി അവർ എക്സാം എഴുതാൻ പോവാ. അപ്പം നിങ്ങൾക്കും ഇതേപോലെ കോൺസെപ്റ്റ് പഠിക്കണം അറിയണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ അസ്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. താഴെ കൂടെ പോകുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അസ്ത്ര ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ നല്ല രീതിയിൽ പഠിക്കാം. നിങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്താലും ആ ലൈവ് കാണാനും റെക്കോർഡഡ് നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന വളരെ എളുപ്പത്തിൽ മെന്റലിന്റെ ഫസ്റ്റ് മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിക്കാനാണ്. മെന്റല് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത് ഒരൊറ്റ ക്യാരക്ടർ എടുത്ത് പഠിക്കുമ്പോഴാണ് അതിനെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ആദ്യം അദ്ദേഹം എടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ഹൈറ്റ് ആയിരുന്നു. ഹൈറ്റ്, ഉയരം. അപ്പം മെന്റല് ആദ്യം നടത്തുന്ന ക്രോസ് എന്ന് പറയുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്. ഉയരം എന്ന് പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സ്വഭാവ ഗുണം മാത്രം എടുത്ത് നടത്തിയത് കൊണ്ടാണ് നമ്മൾ അതിനെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത് കേട്ടോ. മോണോ ഹൈബ്രിഡ് ക്രോസ്, മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ഇതിലെ പ്രത്യേകത, മെന്റൽ എടുത്തത് ആദ്യം ഒരു ടോൾ പ്ലാന്റ്, ഉയരം കൂടിയ ചെടി, പിന്നെ ഒരു ഡ്വാർഫ് പ്ലാന്റ്, ഉയരം കുറഞ്ഞ ചെടി. ഇവർ രണ്ടാളും തമ്മിൽ വർഗസംഗ്രഹം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടായത് ടോൾ പ്ലാന്റ് തന്നെയാണ്. അപ്പൊ ഡ്വാർഫ് എവിടെ പോയി എന്നാണ് മെന്റലും ആലോചിച്ചത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഇതിനെ തന്നെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. അപ്പോഴും നമുക്ക് എന്ത് ചെയ്തു? 1064 ചെടികൾ കിട്ടി. അതിൽ 787 ടോളാണ്, ഉയരം കൂടിയതാണ്. 277 ഡ്വാർഫ് ആണ്, ഉയരം കുറഞ്ഞതുമാണ്. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ മെന്റൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കുറച്ച് ലെറ്റേഴ്സ് വെച്ചിട്ട് ഇതിനെന്തോ ഒരു ഫാക്ടേഴ്സ് കാരണമാണെന്ന് മനസ്സിലാക്കി. ടോളിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ക്യാപിറ്റൽ ടി എടുത്തു. ഡ്വാർഫിനെ റെപ്രസെന്റ് ചെയ്യാൻ അദ്ദേഹം സ്മോൾ ടിയും എടുത്തു. അങ്ങനെ ടോൾ പ്ലാന്റ്, ഉയരം കൂടിയ ചെടി, ഡ്വാർഫ്, ഉയരം കുറഞ്ഞ ചെടിയെ തമ്മിൽ വർഗസംക്രമം നടത്തിയതിനെ അദ്ദേഹം ലെറ്റേഴ്സ് വെച്ചിട്ട് എഴുതി. ക്യാപിറ്റൽ ടി എന്ന് ടോളും സ്മോൾ ടി എന്ന് പറയുന്നത് ഡ്വാർഫും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? വലിയൂട്ടിയും ചെറിയൂട്ടിയും, ഈ വലിയൂട്ടി ക്യാപിറ്റൽ ടി സ്മോൾ ടിയും തമ്മിൽ ഉണ്ടായി. ക്രോസ് ചെയ്തപ്പം ക്യാപിറ്റൽ ടിന്ന് ഒരു ടിയും എടുത്തു, സ്മോൾ ടിന്ന് ഒരു ടിയും എടുത്തു. രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നു. അപ്പം ലെറ്റർ തമ്മിൽ കൂട്ടി വെച്ചപ്പോൾ നോക്കിക്കേ, അതിൽ സ്മോൾ ടി ഉണ്ട്, പക്ഷേ ഉണ്ടായ ചെടി എന്താ? ടോളാണ്, ഉയരം കൂടിയതാണ്. ഉണ്ടായ ഒന്നാം തലമുറയിൽ ഉണ്ടായതെന്താ? ടോൾ പ്ലാന്റ് ആണ്, ഉയരം കൂടിയ ചെടിയാണ്. പക്ഷേ അവരുടെ ജനറ്റിക് ലെവൽ നോക്കുമ്പം അതിൽ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഉണ്ട്. പക്ഷെ പ്രകടമായത് ഗുണം ഒന്ന് മാത്രമാണ്. അപ്പം മറ്റൊരു ഗുണം എന്താ? അവിടെ ഹിഡൻ ആയി ഒളിച്ചിരിക്കുന്നു. ടോൾ, ഉയരം കൂടുതൽ മാത്രം അവിടെ പ്രകടമായി. മറ്റേത് എന്താണ്? മറ്റേ ഗുണം പ്രകടമാകാൻ ജീനിന് സാധിച്ചില്ല. കാരണം ഒന്ന് മാത്രമേ അവിടെ ഡോമിനന്റ് ആയി പ്രകടമായിട്ട് നിന്നുള്ളൂ. മറ്റേത് ഹിഡൻ ആയി റെസസീവായിട്ട് മാറി. അപ്പൊ ഈ ഒരു F1 എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ടോൾ എന്ന് പറയുന്നത് ഡോമിനന്റ് ക്യാരക്ടറാണ്, ഡ്വാർഫ്നെസ് എന്ന് പറയുന്നത് റെസസീവ് ക്യാരക്ടറാണ്, ഗുപ്ത ഗുണമാണ് എന്ന് പറയാം. അപ്പൊ ഉയരക്കൂടുതൽ പ്രകട ഗുണവും ഉയരക്കുറവ് ഗുപ്ത ഗുണവുമാണ്. അപ്പം എന്താണോ പ്രകടമാവുന്നത്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഗുണം ഏതാണോ അത് പ്രകട ഗുണം, പ്രകടിപ്പിക്കുന്ന ഗുണം. ഇവിടെ ഉണ്ടായ ചെടി ഉയരം കൂടുതലായിരുന്നു, ഉയരം കുറഞ്ഞ ചെടി ഉണ്ടായില്ല. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ജീൻ ഉണ്ടെങ്കിലും പക്ഷെ അത് പ്രകടമാവാൻ പറ്റാത്തത് കൊണ്ട് ഉയരക്കുറവിനെ നമുക്ക് എന്ത് പറയാം? ഹിഡൻ, റെസസീവ് അല്ലെങ്കിൽ ഗുപ്ത ഗുണം എന്ന് പറയും. പിന്നീട് എന്ത് ചെയ്തു? ഇത് മനസ്സിലാക്കാൻ വേണ്ടി മെന്റലി ഇതിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തു നമ്മൾ പറഞ്ഞു. അപ്പൊ 1064 ചെടികൾ ഉണ്ടായി. അതിൽ 780 എത്രയായി? ടോൾ പ്ലാന്റ് തന്നെയാണ്. കാരണം നോക്കിക്കേ, ഇവിടെ ഗമേറ്റ് എടുത്തു, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി. എല്ലാത്തിനെയും ഓരോന്നിനെയും നമ്മൾ സെപ്പറേറ്റ് ക്രോസ് ചെയ്യുക. ഈ ക്യാപിറ്റൽ ടി ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ടി കിട്ടും. അത് കഴിഞ്ഞ് ഈ ക്യാപിറ്റൽ ടീനെയും ഈ സ്മോൾ ടീനെയും ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. അത് കഴിഞ്ഞ് ഈ സ്മോൾ ടി ഈ ക്യാപിറ്റൽ ടീനെ ക്രോസ് ചെയ്യുമ്പം ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും. ഈ സ്മോൾ ടീനെ ക്രോസ് ചെയ്യുമ്പോൾ സ്മോൾ ടി കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് F2 രണ്ടാം തലമുറയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ചെടികൾ എത്രയോ? എല്ലാം 3. ഏറ്റവും കൂടുതലും എന്തായി? ഉയര കൂടുതലായി, ടോൾ പ്ലാന്റ് ആയി. ടോൾ പ്ലാന്റ് ഉയര കൂടിയതാ നമുക്ക് കിട്ടിയത് ഭൂരിഭാഗം. പക്ഷെ കുറച്ച് ഭാഗം എത്ര കിട്ടി? ഡ്വാർഫ് പ്ലാന്റ് കിട്ടി. ഉയരം കുറഞ്ഞതും നമുക്ക് കിട്ടി.
പക്ഷെ ഇതിന്റെ റേഷ്യോ നിങ്ങൾ നോക്കണം. ടോൾ പ്ലാന്റ് നമ്മൾ എടുക്കുമ്പം ടോൾ ഈസ് ടു ഡ്വാഫ്, ഉയരം കൂടുതലുള്ളതിനെ ഉയരം കുറഞ്ഞതിനോട് നമ്മൾ ഇതിന്റെ അനുപാതം നോക്കുമ്പോൾ നോക്കിക്കേ, ഉയരം കൂടിയത് 1, 2 and 3. 1, 2, 3 ഉയരം കൂടിയത് 1 മാത്രമാണ് ഡ്വാഫ്. അപ്പൊ നമുക്ക് 3:1 എന്ന റേഷ്യോ കിട്ടും. അപ്പൊ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ ഈ ഒരു ഗുണത്തിനെ നമ്മൾ പറയുന്നത് ഫീനോടൈപ്പ് എന്നാണ്. ടോൾ ആയിക്കോട്ടെ ഡ്വാഫ് ആയിക്കോട്ടെ, ഇതിനെ നമ്മൾ പറയുന്നത് ഫീനോടൈപ്പ് എന്നാണ്. അതിന്റെ അനുപാതമായതുകൊണ്ട് ഫീനോടിപ്പിക് റേഷ്യോ എന്ന് നമ്മൾ പറയും. ഫീനോടിപ്പിക് അനുപാതം. അപ്പൊ മോണോ ഹൈബ്രിഡ് ക്രോസിൽ ഫീനോടിപ്പിക് റേഷ്യോ, ഫീനോടിപ്പിക് അനുപാതം F2 ജനറേഷനിൽ എത്രയാ? 3:1 ആണ്. F1-ലോ 100% ടോൾ ആണ്. എല്ലാം ടോൾ ആയതുകൊണ്ട് 100% ആണ്. പക്ഷെ F2 ജനറേഷനിലെ ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. ഇനി ഇതിലെ ലെറ്റേഴ്സിനെ നമ്മൾ ജീന് വെച്ച് പറയുന്നത് കൊണ്ട് നമുക്കതിനെ ജീനോടൈപ്പ് എന്നും പറയാം. അപ്പൊ ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉയരക്കൂടുതലിനെ സൂചിപ്പിക്കുന്ന ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഉയരക്കുറവിനെ സൂചിപ്പിക്കുന്ന സ്മോൾ ടി, സ്മോൾ ടി. അപ്പൊ ലെറ്റേഴ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. പ്രകടമാകുന്ന കാണാൻ കഴിയുന്ന ഗുണം എന്താണ്? ഉയരം, ഉയരക്കുറവ്, ടോള്, ഹൈറ്റ്, റൗണ്ട്, കളറ്, ഇതൊക്കെ എന്താ? ഫീനോടൈപ്പാ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സ്മോൾ ടി, സ്മോൾ ടി, ഇതൊക്കെ എന്താ? അതിന്റെ ജീനോടൈപ്പാണ്. സോ മെന്റലിന്റെ ക്രോസിൽ ഫീനോടൈപ്പ് എന്താ ജീനോടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇതെല്ലാം കഴിയുമ്പോൾ മെന്റൽ കുറച്ച് അനുമാനങ്ങൾ, പോസ്റ്റുലേറ്റ്സ് കണ്ടുപിടിച്ചു. അതിൽ ഒന്നാമത്തേത്, എ ട്രൈറ്റ് ഈസ് കൺട്രോൾഡ് ബൈ 2 ഫാക്ടേഴ്സ്. ഓരോ ട്രൈറ്റും, ഹൈറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹൈറ്റിന് 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നെന്താ? ടോൾ എന്നുള്ളതും ഒന്ന് ഡ്വാഫ് എന്നുള്ളതും, ഉയരം കൂടിയതും ഉയരം കുറവും. അങ്ങനെ 2 ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വെൻ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ് ഇസ് സബ്ജക്റ്റഡ് ടു, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സ്മോൾ ടി, സ്മോൾ ടി, അല്ലെ? ഇനി വെൻ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ് ഇസ് സബ്ജക്ട് ടു ഹൈബ്രിഡൈസേഷൻ, വൺ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ് ഇസ് എക്സ്പ്രസ്ഡ് ആൻഡ് the other remains hidden, appear in the first generation is dominant and the hidden trait is recessive. പ്രകടമാവുന്ന ഗുണവുമുണ്ട്, പ്രകടമാവാതെ ഗുപ്ത ഗുണവുമുണ്ട്. പ്രകടമകത്തിലെ പ്രകട ഗുണം അല്ലെങ്കിൽ ഡോമിനന്റ് ട്രൈറ്റ് എന്ന് പറയും. മറഞ്ഞിരിക്കുന്നതിന് റിസസീവ് ട്രൈറ്റ് അല്ലെങ്കിൽ ഗുപ്ത ഗുണം എന്നും പറയും. 1ാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ 2ാം തലമുറയിൽ പ്രകടമാവുന്നുണ്ട്. F1-ൽ നമുക്ക് ഡ്വാഫ്നെസ്സിനെ കാണാൻ പറ്റിയില്ല, അവിടെ അത് ഹിഡൻ ആയിരുന്നു. പക്ഷെ F2-ൽ എന്തായി? അത് പ്രകടമായി, തിരിച്ച് പ്രകടമായി. ഡോമിനന്റ് ആയിട്ടില്ലെങ്കിലും അതെന്ത് ചെയ്തു? ഡോമിനന്റ് ആയി വന്നില്ലെങ്കിലും പ്രകടിപ്പിച്ചു. കാരണം F1-ൽ അത് പ്രകടമായിട്ടില്ല, F2-ൽ അത് പ്രകടമായി. When gametes are formed, factors determine trait gets separated without mixing. Ratio of dominant to recessive trait in the offspring of second generation is 3:1. 2ാം തലമുറയിലെ സന്താനങ്ങൾ പ്രകടഗുണമുള്ളവയുടെയും ഗുപ്ത ഗുണമുള്ളവരുടെ അനുപാതം 3:1. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ. ടോൾനെസ്സിന്റെ ഡ്വാഫ്നെസ്, ഉയരം കൂടിയത് ഉയരം കുറഞ്ഞതിന്റെ അനുപാതം നോക്കുകയാണെങ്കിൽ 3:1 ആണ്. അപ്പം കൂടിക്കലരാതെ ഒരു തരത്തിലും ജീനുകളുടെ ഓരോ സ്വഭാവം എന്ത് ചെയ്യുന്നു? അവിടെ തീരുമാനിക്കുന്ന ഓരോ ഘടകങ്ങൾ തമ്മിൽ കൂടിക്കലരുന്നില്ല. എല്ലാം സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു? വേർപിരിഞ്ഞിട്ടാണ് അത് കാണിക്കുന്നത്. ഇതാണ് മെന്റലിന്റെ അനുമാനം എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയ മക്കളെ? ഇതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സ്വഭാവത്തെക്കുറിച്ച്, ഉയരത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പറഞ്ഞത്. അപ്പം ഫിനോടിപ്പിക് റേഷ്യോ 3:1 ആണെന്ന് മനസ്സിലാക്കുക. ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സ്മോൾ ടി, സ്മോൾ ടി എന്നുമാണ്. അപ്പൊ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയി. ഇനിയും കൂടുതൽ പഠിക്കണമെങ്കിൽ അസ്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ആൻഡ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പം നമ്മൾ പഠിച്ചത് മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ്, അല്ലെ? അപ്പൊ ഇതിൽ ഹൈറ്റ് നമ്മൾ ക്യാപിറ്റൽ ടി പറഞ്ഞു, ക്യാപിറ്റൽ ടി, സ്മോൾ ടി പറഞ്ഞു, ഡ്വാഫിനെ നമ്മൾ സ്മോൾ ടി എന്നും പറഞ്ഞു. ഇപ്പൊ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പറഞ്ഞു? പ്രകടമാവുന്ന ഗുണമാണ്. റെസസീവ് ആയിട്ടുള്ള, ഹിഡൻ ആയിട്ടുള്ള ഗുപ്ത ഗുണത്തെ സ്മോൾ ടി എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ മോണോ ഹൈബ്രിഡ് ക്രോസിലെ ജീനോടിപ്പിക് റേഷ്യോ എത്ര വരും എന്ന് നിങ്ങൾ പറയാം. ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ മിസ് ഇവിടെ എഴുതി തരാം. ക്യാപിറ്റൽ ടി ഈസ് ടു ക്യാപിറ്റൽ ടി, സ്മോൾ ടി ആണ്. ഇതിന്റെ അനുപാതം എന്ന് പറയുന്നത് എത്ര എണ്ണമാണ് ഈ F2-ൽ കാണാൻ കഴിയുന്നത്? ക്യാപിറ്റൽ ടി എത്ര എണ്ണം ഉണ്ട്? ക്യാപിറ്റൽ ടി, സ്മോൾ ടി എത്ര എണ്ണം ഉണ്ട്? സ്മോൾ ടി എത്ര എണ്ണം ഉണ്ട്? അപ്പൊ ആ ജീനോടിപ്പിക് റേഷ്യോ എത്രയാണ് വരിക എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. ബൈ, താങ്ക് യു.